മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അഖിൽ മാരാറ് വി.ഡി. സതീശന്റെ മോന്തക്കിട്ടുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാറ് കോൺഗ്രസിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വി.ഡി. സതീശന് വേണ്ടിയിട്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ പ്രചരണം തന്നെ നടത്തിയിട്ടുള്ളൊരു ബിഗ് ബോസ് താരമാണ് ഈ അഖിൽ മാരാറ്. മാത്രമല്ല UDFനെ ഏതു വിധേയനെയും കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിക്കാൻ അഖിൽ മാരാറ് തന്നെ കൊണ്ടാവുന്നത് പോലെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ അഖിൽ മാരാറ്. ഈ അഖിൽ മാരാറ് പോലും വി.ഡി. സതീശന്റെ മണ്ടക്കിട്ട് കൊടുത്തുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. SNDP, NSS എന്നിവരോട് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്തിനാണ് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പിന്താങ്ങി നിൽക്കുന്നത്? മതേതരത്വം എന്നത് ഒരു വിഭാഗത്തിനെതിരെ എടുക്കുന്ന നിലപാടാകുന്നത് അപകടകരമായ അവസ്ഥയാണ്. ശത്രുവിനെ കൊല്ലാൻ പാമ്പിനെ സഞ്ചിയിൽ ഇട്ടുപോയാലുള്ള അവസ്ഥ പ്രതിപക്ഷ നേതാവിന് വരാതിരിക്കട്ടെ. കാളക്കൂട വിഷം എന്നാണ് ഗോവിന്ദൻ മാഷ് മീഡിയ വൺ എന്ന ചാനലിനെ വിളിച്ചത്. ആദ്യമായി CPM സംസ്ഥാന സെക്രട്ടറി ഒരു സഖാവായി മാറി എന്ന് തോന്നിപ്പോയേ. അതായത് അഖിൽ മാരാറ് പോലും കോൺഗ്രസിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചിരുന്ന, അതിനു വേണ്ടിയിട്ട് നിരന്തരം പോസ്റ്റുകൾ ചെയ്തിരുന്ന അഖിൽ മാരാറ് പോലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സമയത്ത് അതിന് വി.ഡി. സതീശനാണെങ്കിൽ വി.ഡി. സതീശനെതിരെയും ആ യാഥാർത്ഥ്യം, ആ പരമയാഥാർത്ഥ്യം അഖിൽ മാരാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നമ്മുടെ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ അത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും നിയന്ത്രിക്കുക. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ വളർന്നാൽ നമ്മുടെ നാട്ടിൽ അപകടമാണ്. ജമാഅത്തെ ഇസ്ലാമി എവിടെയാണോ വളർന്നിട്ടുള്ളത്, നമുക്ക് ബംഗ്ലാദേശിലേക്ക് നോക്കാം. എവിടെയാണോ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലേക്ക് എത്തിയത് അവിടെ ന്യൂനപക്ഷങ്ങളെ അവർ വേട്ടയാടിയിട്ടുണ്ട്. അവിടെ അവർ ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എവിടെ വളർന്നോ അവിടെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ലോക സത്യമാണ്. ആ സത്യം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് അഖിൽ മാരാറ് പറയുന്നു, വി.ഡി. സതീശൻ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത് അംഗീകരിക്കാനാവില്ല, അതിനെ എതിർത്ത് പറയുന്നു. അഖിൽ മാരാറ് ഈ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, സതീശനെയും കോൺഗ്രസിനെയും എവിടെയൊക്കെ അഖിൽ മാരാറ് പൊക്കിപ്പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ കലമുടച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇത് എത്രയാ എന്ന് വെച്ചാ ഇതൊക്കെ ഒരാൾ സഹിക്കുക. അഖിൽ മാരാറ് 2025 ഡിസംബർ 13 ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വാക്കിന് തണ്ടലിന്റെ ഉറപ്പുള്ള നേതാക്കന്മാരോട് ബഹുമാനമാണ്. നിലമ്പൂരിൽ അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ, രാഹുൽ വിഷയത്തിൽ കേസ് വരുന്നതിന് മുമ്പ് തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച, എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച രീതിയിൽ സംഘടനയെ ചലിപ്പിച്ച നേതാവ്, കഴിഞ്ഞ ഒരു മാസമായി പലവിധ ആക്ഷേപങ്ങൾ പലരും പറഞ്ഞപ്പോൾ തന്റെ ലക്ഷ്യം UDFനെ അധികാരത്തിലെത്തിക്കുകയാണെന്ന് പറഞ്ഞ, കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കുള്ള വിജയം കൂടിയാണ് ജനങ്ങൾ സമ്മാനിച്ചത്. ജാതിമത സംഘടനകൾ തള്ളിപ്പറഞ്ഞപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ പോകാതെ തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മറുപടി കൊടുത്ത പ്രതിപക്ഷ നേതാവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നേരിട്ട് വിളിച്ച് അറിയിച്ച സ്നേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു. 2025 ഡിസംബർ 13 എന്ന് പറയുമ്പോ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് മാസങ്ങൾ പോലും ആയിട്ടില്ല. എന്തിനാണ് അഖിൽ മാരാറ് വി.ഡി. സതീശന് വേണ്ടി കൈയടിച്ചിരുന്നത്? നിലമ്പൂരിൽ അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ വി.ഡി. സതീശന ഈ പറയുന്ന അഖിൽ മാരാറ് കൈയടിച്ചത്. ആ അൻവർ ഇപ്പോ എവിടെയാ? വി.ഡി. സതീശന്റെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നു. വി.ഡി. സതീശൻ അൻവറിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അൻവറൊക്കെ എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതല്ലേ? അതറിഞ്ഞത് കൊണ്ട് തന്നെ അഖിൽ മാരാറ് സതീശനെയൊക്കെ അങ്ങ് കൈയടിച്ചത്. ആ കൈയടിച്ചതിന്റെ ചൂടൊന്ന് മാറുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ കലമടിച്ച് അൻവറിനെ കൂട്ടിപ്പിടിച്ചില്ലേ? അൻവറിനെ മാത്രമാണ്, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ചില്ലേ? ഇതൊക്കെ ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യര് അംഗീകരിക്കാൻ സാധിക്കുമോ? ഏതായാലും ഒടുവിൽ അഖിൽ മാരാർ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ്
സതീശൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ നേരുക. മറ്റൊരു കാര്യം ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഗോവിന്ദൻ മാഷിന് നന്ദി പറയുന്നു എന്നൊക്കെ. ഈ ഗോവിന്ദൻ മാഷിന്റെ പാർട്ടിയൊക്കെ തന്നെയല്ലേ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിൽ വളർത്തിയത്? നമ്മുടെ കേരളത്തിലെ ഇടതും വലതും കൂടി ഒരുമിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയെ വളർത്തിയത്. അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നും കൂറ് ഇടതിനോടും വലതിനോടും ഒരുമിച്ചുണ്ട് താനും, വെറുതെ പറയല്ല. UDF ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ, BJP എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ LDF സ്ഥാനാർത്ഥിക്കാണ് വിജയ സാധ്യത എങ്കിൽ ഞങ്ങൾ LDFന് വോട്ട് കൊടുക്കും. അതെ, ജമാഅത്തെ ഇസ്ലാമിയെ വളർത്തിയത് ഇടതും വലതുമാണ് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കറിയാം. ഇനി LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കൂ. അഥവാ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാലേ തങ്ങൾ അനങ്ങാൻ സമ്മതിക്കാതിരിക്കോ, തങ്ങളുടെ കോപ്രായങ്ങൾ ഈ നാട്ടിൽ അനുവദിക്കാതിരിക്കുക. BJP വന്നാൽ മാത്രം BJP ഭരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തോ ഇവര് തോന്നിയതുപോലെ പ്രസ്താവനകളുമായിട്ട് മതരാഷ്ട്രവാദ പ്രസംഗമൊന്നുമായിട്ട് രംഗത്തെത്തുന്നില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തുന്നില്ല. ഇതൊക്കെ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. കേരളത്തിൽ ഇവര് അടങ്ങിയിരിക്കേണ്ടി വരും BJP അധികാരത്തിലെത്തിയാൽ. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ? ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ നാടിന് അപകട. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, പോപ്പുലർ ഫ്രണ്ട് നാടിന് അപകടമാണ്, SDPI നാടിന് അപകടമാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളൊക്കെ വിളിച്ചു പറയുമ്പോ, അത് ഞാൻ വിളിച്ചു പറഞ്ഞാലും അഖിൽമാരാർ വിളിച്ചു പറഞ്ഞാലും ആര് വിളിച്ചു പറഞ്ഞാലും അവരെ സംഘിയാക്കുകയായിപ്പോ കേരളത്തിലൊരു ട്രെൻഡാ. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ സംഘികൾ മാത്രാവോ? ലളിതമായിട്ടുള്ള ചോദ്യ. ഇപ്പൊ ലേറ്റസ്റ്റ് ഈ അഖിൽമാരാരുടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതിലും ഞാനൊരു കമന്റ് വായിച്ച് കേൾപ്പിക്കാം. പോടാ ചാണകക്കുട്ട, തരത്തിൽ കളിക്ക്, VD സതീശൻ ഇദ്ദേഹത്തെ പറയാൻ നീ വളർന്നിട്ടില്ല, അഖിൽമാരാർ പോടാ പോടേ മലർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറിവിളികൾ അഖിൽമാരാർ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോണ്ടിരിക്കുന്നു. മറ്റൊരു കമന്റ് കൂടി, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ ആരെതിർത്താലും അവരിവിടെ വർഗീയവാദികളാക്കാൻ ഒരു ശ്രമം, അതല്ലെങ്കിൽ സംഘിയാക്കാൻ ഒരു ശ്രമം. ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ എതിർക്കുന്നവർ നിങ്ങൾക്ക് സംഘികളാണെങ്കിൽ ആ സംഘിയിൽ അഭിമാനം കൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോ മുന്നോട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇത്തരം പച്ച വർഗീയവാദികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. മറ്റൊരു കമന്റ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മീഡിയ വണ്ണിനെ മാത്രം വിമർശിക്കുന്ന നീ വെള്ളാപ്പള്ളിയുടെ വിദേശ പരാമർശങ്ങളെ എതിർക്കുന്നില്ല. അഖിൽമാരാറിനെതിരെ ജമാഅത്തെ ഇസ്ലാമി എതിർത്ത സമയത്ത് വരുന്ന കമന്റാ ഇത്. സുലഭമായിട്ട് നമ്മുടെ കേരളത്തില് പച്ച വർഗീയവാദികൾ ചെയ്യുന്ന ഒരു കമന്റാ. അല്ല, വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനാ നേതാവല്ലേ? അതാണോ ഇവിടെ ചർച്ച? അതാണ് ഇവിടെ പ്രാധാന്യം? ഇവിടെ വലിയ അപകടമല്ലേ VD സതീശൻ എന്ന് പറയുന്നത്? ഇവിടെ ഒരുപാട് MLA മാർ, ഒരുപാട് MP മാരുള്ള, നാളെ കേരളം ഭരിക്കുമെന്ന് കോൺഗ്രസ്സുകാരെങ്കിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലേ പച്ച വർഗീയത? മുസ്ലിം ലീഗിനെ എതിർക്കണം. മതം മാത്രമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്ന മുസ്ലിം ലീഗിനെ എന്തിനെതിർക്കണം? ഒരുപാട് MLA മാർ MP മാരുള്ള ഒരു പാർട്ടിയാ ഈ മുസ്ലിം ലീഗ്. അതായത് പൊതുസമൂഹത്തിന്റെ ഒന്നടങ്കം വോട്ടു വാങ്ങി സ്വന്തം മതത്തെയോ അല്ലെങ്കിൽ പച്ച വർഗീയവാദികളെയോ പ്രീണിപ്പിച്ച് അവരെ വളർത്തുക എന്ന ലക്ഷ്യമുള്ളവരെയാ എതിർക്കേണ്ടത്, അല്ലാതെ ഒരു സാമുദായിക സംഘടനാ നേതാവിനെയാണോ ഇവിടെ ആളുകൾ വിമർശിക്കുകയും ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ MLA മാരും MP മാരും ഉള്ള ആളുകൾ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി എവിടെ വളർന്നിട്ടുണ്ട്? അവിടേക്ക് കലാപമുണ്ട്. അപ്പൊ VD സതീശൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ വളർത്താൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയ ഒരു തർക്കവും വേണ്ട, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും, അതിലൊരു തർക്കവും ആർക്കും വേണ്ട. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. അഖിൽമാരാർ ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ഒരു വിളിച്ചു പറയലിന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. ഈ സതീശനൊക്കെ നമ്മുടെ നാട്ടിൽ പച്ച വർഗീയതക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിലപാടെടുക്കുന്നത്. ഒരു സമുദായ സംഘടന നടത്തിയ പ്രോഗ്രാമിൽ കയറി മറ്റൊരു സമുദായ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളിക്കെതിരെ പറയാ, അതൊക്കെ പച്ച വർഗീയതയല്ലേ? പക്ഷെ അതൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക തരം മതേതരത്വ. ആ മതേതരത്വം നമ്മുടെ നാടിന് അപകടം തന്നെ. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക.